വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഗെറ്റ് റെഡി വിത്ത് മീ അറ്റ് സ്കൂളിലേക്ക് പോകുമ്പോൾ ഞാൻ എങ്ങനെ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യണത് എന്നാണ് ഞാൻ കാണിക്കുന്നത്. ചെറിയ ഞാൻ അങ്ങനെ വലുതായിട്ടൊന്നും ചെയ്യാറില്ല, ചെറിയ കാര്യങ്ങളൊന്നും ചെയ്യാറ്. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഞാൻ ആദ്യം തന്നെ കുളിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്ത് യൂണിഫോമൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ മുടി തല നനച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ് നിന്ന്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഐഡൻറ്റി കാർഡ് ഇടാം കേട്ടോ. ഇതിട്ടില്ലെങ്കിൽ എനിക്ക് ശരിയില്ല. നമ്മൾ ഐഡൻറ്റി കാർഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഇത് മാറ്റിയിട്ട് നമ്മൾ ടൈം നോക്കാൻ, ഞാൻ ലൈൻ ബസ്സിലാണ് പോകാറ്. അപ്പോൾ ടൈം നോക്കാൻ വേണ്ടിയിട്ട് ഒരു വാച്ച് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ പിന്നെ നമ്മൾ ഇന്ന് എന്താണ് ഐലൈനർ എഴുതുന്നുണ്ട്. അതിന് മുന്നേ നമുക്ക് ഒരു ക്രീം തേക്കാം. നമുക്ക് എന്താണ് മോയ്സ്ചറൈസർ തേച്ച് കൊടുക്കാം. ക്രീം ഉണ്ട് കേട്ടോ, വരാൻ കുറച്ച് നേരം പിടിക്കുന്ന മാത്രം. തേച്ച് കൊടുക്കാം. എന്താ ഡോട്ടായിട്ട് ഇട്ടിട്ട് തേച്ച് കൊടുക്കാം. ഡോട്ട് തേച്ച് കൊടുക്കാറില്ല, പിന്നെ അങ്ങനെ തേച്ചെടുക്കാറാണ് കേട്ടോ. പിന്നെ അബ്സോർബ് ആവുമല്ലോ വേഗം. ഞാൻ എന്നും തേക്കാറൊന്നുമില്ല കേട്ടോ, വല്ലപ്പോഴൊക്കെ തേക്കുന്നുള്ളൂ. മുഖമൊന്ന് ഇതാവാൻ വേണ്ടിയിട്ട് തേച്ചിട്ട് 10 മിനിറ്റ്സ് ഉണങ്ങിയിട്ട്. അപ്പോൾ ഗൈസ്, അത് നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊന്ന് ലിപ് ബാം ചുണ്ടുമ്പോൾ തേച്ചെടുക്കണം. കാരണം ചുണ്ട് അധികം ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അധികം തേക്കേണ്ട, കുറച്ച് തേച്ചാൽ മതി. ഇത് പിന്നെ വേറെ കളറാണ് ലിപ്സ്റ്റിക് കേട്ടോ, അതാണ് ലിപ് ബാമാണ്. തേക്കുന്നുള്ളൂ, ഇത്ര തേക്കുന്നുള്ളൂ. അപ്പം ഞാൻ പിന്നെ അടുത്തതായിട്ട് പോകുന്നത് എന്താണ് ഐലൈനർ എഴുതാനാണ്. ഐലൈനർ എനിക്ക് കണ്ണാടി ഇല്ലാതെ പറ്റില്ല. അപ്പം നമുക്ക് ഐലൈനർ എഴുതിക്കാം. ഗൈസ്, ഐലൈനർ നല്ല കട്ടിയിൽ എഴുതി കൊടുത്താലാണ് എനിക്കത് ഇഷ്ടം കേട്ടോ ഗൈസ്. പിന്നെ ഞാൻ ഇരുന്ന് വീഡിയോ എടുക്കണോണ്ട് വേറെ ഒന്നും വിചാരിക്കരുത്. എന്താണ് നിന്ന് വീഡിയോ എടുക്കാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇരുന്ന് വീഡിയോ എടുക്കുന്നത്. പിന്നെ നിന്ന് വീഡിയോ എടുക്കുന്ന സ്ഥലം ഉണ്ടെങ്കിലും പിന്നെ അവിടെ ക്ലിയർ ഉണ്ടാവില്ല. അതാണ് ഞാൻ ഉമ്മാട്ട് വന്ന് ചെയ്യണത് കേട്ടോ, വേറെ ഒന്നും വിചാരിക്കരുത്. നമുക്ക് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഷാലിട്ട് കൊടുത്തിട്ടില്ല, പാലിട്ട് കൊടുക്കണം. മുടി കാരണം പറ്റുന്നില്ല. വാലിട്ട് ഐലൈനർ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ആണെന്ന് ബട്ടൺ അനൈസ് ചെയ്യണം.
അപ്പോൾ എന്താണ് എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ഈ യൂണിഫോം എവിടുത്തെയാണല്ലേ, ആൽത്ര രാമരാജ് സ്കൂളിൽ കേട്ടോ. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ഗുരുവായൂർ ആനക്കോട്ടയുടെ അടുത്താണ്. ആനക്കോട്ടയുടെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത് കേട്ടോ. വാടകയ്ക്കാണ് കേട്ടോ താമസിക്കുന്നത്. അതിന് ശേഷം നമുക്ക് കൺമഷി എഴുതി കൊടുക്കാം. അല്ല, അതിന് ശേഷം നമുക്ക് കൺമഷി അല്ല, നമുക്ക് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഗൈസ് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ പൗഡർ അതിൻ്റെ ബാക്കിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഇതായത്. അപ്പോൾ നമുക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ശരിക്കും എന്താ കണ്ണൊക്കെ എഴുതിയതിന് ശേഷം പൗഡർ ഇടുന്നു. ഞാൻ അങ്ങനെയാണ് ഇടാറ്. ഓയിൽനെസ് ഒന്നും മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ അധികം പൗഡറൊന്നും ഇടാറില്ല. ഞാൻ ആകെ കണ്ണ് എഴുതും, ഐലൈനർ എഴുതും, പൊട്ടിടും, കുറിയിടും, ലിപ്സ്റ്റിക്ക് ഇടും. ലിപ്സ്റ്റിക്ക് ഒന്നും അധികം അങ്ങനെ ഇടില്ല, എന്നാലും ചെറുതായിട്ടൊന്നും ഇടും. അപ്പോൾ നമ്മൾ ഐലൈനർ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണ് എഴുതി കൊടുക്കാം കേട്ടോ. നമുക്ക് കണ്ണ് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഏകദേശം ലുക്കായി. പിന്നെ നമുക്ക് പൊട്ടിടണം. അപ്പം ഞാൻ ഐലൈനർ കൊണ്ട് പൊട്ടിടാനാണ് വിചാരിക്കുന്നത്. ഞാൻ സാധാരണ ഒട്ടിപ്പൊട്ട് ഇടാറ്. ഒട്ടിപ്പൊട്ട് കഴിഞ്ഞു. അപ്പം ഞാൻ അത് മേടിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഐലൈനർ കൊണ്ട് പൊട്ടിട്ടത്. കയറ്റി ഇട്ടിട്ട് പൊട്ട് ഞാൻ അടിയിലാണ് കുറച്ച് ഇറക്കിയിടാറ്. അപ്പോൾ അതാണ് പ്രശ്നം. എനിക്ക് കറക്റ്റായില്ല, എനിക്ക് എന്തോ പോലെ കേട്ടോ. ഇതേ കണ്ണാടി നോക്കിയിട്ടാണ്ടൊക്കെ അലർജി ഉള്ളതുകൊണ്ടോ ഗൈസ് എപ്പോഴെപ്പോഴും ഇങ്ങനെ വലിക്കുന്നത്. അലർജി എന്നാണ് മുട്ടിൽ ദശ ചെറുതായിട്ട് വളർന്നു. അപ്പോൾ അതുകൊണ്ടാണ് വലിക്കുന്നത്, അല്ലാതെ വളർന്നില്ല. അപ്പം നമ്മൾ ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്കൊരു കുറിയിടാം. കുറി നമുക്ക് ഏതിൽ നോക്കിയിട്ടാണല്ലോ ഇടാമല്ലോ. ആവണില്ല കേട്ടോ ഗൈസ്. അപ്പം ഇതിൻ്റെ പ്രശ്നവും എനിക്കിപ്പോൾ ഇത് കുറിട്ടെടുത്തു. ചെറിയ കുറിന് വേണ്ടിയിട്ട് അതാണ് ഞാനിങ്ങനെ ഇതാക്കി കൊടുക്കണം. വേറെ ഒന്നും ഇല്ലാത്തത്. പിന്നെ നമുക്ക് ഇനിയുള്ളത് എന്ന് വെച്ചാൽ മുടി കെട്ടണം. നമുക്ക് മുടി കെട്ടിയിട്ട് മുടി ഞാനങ്ങനെ വലിയ ഇതിലൊന്നും കെട്ടാറുണ്ട്. പിന്നെ കിട്ടുന്നില്ല എന്നുള്ളത്. ഇനി ഞാൻ സാധാരണ കിട്ടുന്ന പോലെ കെട്ടാറ് കാണിച്ചു. നേറ് കൊടുക്കാൻ കുറച്ച് പാടാണ്. നേറുമല്ല, സൈഡ് ഇട്ടാ ഞാൻ എടുക്കാറ്. നിന്ന് മുടി കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാവും.
അവസാനം നമ്മളൊരു കാര്യം ചെയ്യാൻ വന്നു ഗൈസ്. പിന്നെ നമുക്ക് സ്പ്രേ അടിച്ചെടുക്കാം, ഒരു ബോഡി സ്പ്രേ അടിച്ചെടുക്കാം. സ്പ്രേ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഗൈസ്. പോയി സ്പ്രേ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇടാറ്. നല്ല ലിപ്സ്റ്റിക് ഷെയ്ഡാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഗൈസ്. നിങ്ങൾ എന്തായാലും ഒന്ന് മേടിച്ച് നോക്കുക, ട്രൈ ചെയ്തൊക്കെ. ഞാൻ എത്രയല്ല പഠിക്കുന്നത് പലരും ചോദിക്കാറുണ്ട്. ചോദിക്കാറൊന്നുമില്ല, എന്നാലും ഞാൻ പറയുകയാണ്. എന്താണ്, ഞാൻ 7ലാണ് പഠിക്കുന്നത്. ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പലരും ചോദിക്കുന്നത് പറഞ്ഞത്. അത്ര അപ്പം നമുക്ക് മുടി കെട്ടിയിട്ട് വരാം. ഒക്കെ വീഡിയോ ഉണ്ട് കൈസ്, എല്ലാം തിന്നിട്ട്, അതാണ് പ്രശ്നം. ഇങ്ങനെ പിരിച്ചു കൊടുക്കും അവിടെ നിന്നിട്ട്. സാധാരണ അമ്മമാർ കിട്ടില്ല, അതുപോലെ തന്നെ അതൊരു വേറൊരു സ്റ്റൈലൊന്നുമില്ല. സ്ലൈഡ് കുത്തി കൊടുക്കും, 2 കുത്തി കൊടുക്കട്ടെ ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഞാൻ മൂക്കുത്തിയിട്ടുണ്ട് ഗൈസ്, ഞാൻ മൂക്കുത്തിയിട്ടുണ്ടോയെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ ചിലരൊക്കെ. അപ്പോൾ അതിന് വേണ്ടി കാണിച്ചു തന്നതാണ്. അതിന് വേണ്ടി കാണിച്ചു തരുന്നതാണ്. അധികം ക്ലിയർ ഒന്നും ഉണ്ടാവില്ല, സൗണ്ട് അധികം ഉണ്ടാവില്ല, കാരണം ഞാൻ മൈക്കില്ല. അപ്പോൾ വർത്താനം പറഞ്ഞാൽ കേൾക്കില്ല. ഞാൻ റെക്കോർഡ് കൊടുക്കാറാണ് പതിവ്. ചെറുതായിട്ട് ഇഷ്ടം വന്നിട്ട് അങ്ങോട്ട് ചെയ്ത് കൊടുക്കും. ഈ സൈഡ് ഒരു പ്രശ്നമായി ഗൈസ്, ഈ സൈഡ് റെഡിയായി. അപ്പം നമുക്ക് അത് കെട്ടിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഈ ഫ്രണ്ടിലോട്ട് കുറച്ച് ചെറിയ ചെറിയ ഹെയർസില്ലേ, വളരെ ചെറിയ ചെറിയ മുടികൾ, അത് കൊടുക്കുക. ഇപ്പം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത വീഡിയോ നമുക്ക് പിന്നീട് കാണാം. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ എന്ന ബട്ടൺ എന്നെ ചെയ്യുക.